ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരികയാണെങ്കിൽ, വിപ്പിംഗ് ക്രീമൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ച് കറക്റ്റ് സെറ്റ് ചെയ്യാത്തതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗനാഷ് റെഡിയാക്കി എടുക്കണം. ഗനാഷ് റെഡിയാക്കി എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിൽ ഈ ബൗളെടുത്ത് വെച്ചു. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ്, അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഉണ്ടാക്കുന്നുണ്ട്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ചോക്ലേറ്റ് പീസസ് ആ വിപ്പിംഗ് ക്രീം, ചൂടാക്കി വിപ്പിംഗ് ക്രീമിലേക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പൂണിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതൊന്ന് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ പീസസ് ചോക്ലേറ്റ് മെൽറ്റ് ആവാനുണ്ട്. നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക. അതിൻ്റെ ചെറിയ പീസസ് അതിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം, ഈ ഗനാഷിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബീറ്റ് ചെയ്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതൊന്ന് ഫ്രിഡ്ജ് വെക്കുക. ഈ പ്രാവശ്യം നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ച്, ഇനി അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷിലേക്കും കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കേക്ക് അപ്പോൾ കുറേ വിപ്പിംഗ് ക്രീമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു കേക്ക് ഫുൾ ഉണ്ടാക്കാനുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാവില്ല, അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡെസേർട്ട്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഇതിൽ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഗനാഷിൻ്റെ ആ മിക്സ്, ആദ്യം ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷിൻ്റെ മിക്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഐസിങ് ബാഗിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ മിക്സും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 ലെയറായിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മളെ ചോയ്സാണ്. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഇടയിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതൊക്കെ നമ്മളെ ചോയ്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ഡെസേർട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊക്കെ കാരണം എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.